ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത് വ്യക്തിക്കാണ് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് എന്താണോ അവരുടെ കർമ്മം അതുപോലെ അവർക്ക് അതിൻ്റെ ഒരു ബലം ലഭിക്കുന്നതായിട്ട്. കാരണം അത്രമാത്രമാണ് നിങ്ങളെ ഇവർ ഡിസ്റെസ്പെക്റ്റ് ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും ഇവരുടെ ആ ഒരു ബുദ്ധി നിങ്ങളുടെ ലൈഫ് എങ്ങനെ മോശമാക്കാം എന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇവരുടെ ബുദ്ധിയിൽ എപ്പോഴും നിങ്ങളുടെ വാല്യൂ എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ എങ്ങനെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റാം, ഇതൊക്കെയായിരുന്നു ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നെങ്കിൽ അപ്പോഴും ഇവർക്ക് ദേഷ്യം. എന്തിനും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അതിൻ്റെ ആ ഒരു ദേഷ്യം ഇവർക്കുണ്ടാവുന്നു. ഇവിടെ ഇവർ എപ്പോഴും ഒരു സീമ വച്ചുകൊണ്ടിരുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് ആരും കൂടുതലായിട്ട് സംസാരിക്കാൻ പാടില്ല, നിങ്ങളെ ആരും സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവർ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി നിങ്ങളെ ആൾക്കാർ വെറുക്കുന്ന രീതിയിൽ ഇവർ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിച്ചു. നിങ്ങളെക്കുറിച്ച് പല അറിവുകളും ഇവർ സമ്പാദിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെ എങ്ങനെ ഏത് രീതിയിൽ തകർക്കാം, എങ്ങനെ പോയാലാണ് നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുക, അങ്ങനെ എന്തൊക്കെയുണ്ടോ നിങ്ങളെക്കുറിച്ച് എല്ലാം ഇവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് പൂജിക്കുന്നത്, നിങ്ങൾ എന്ത് മന്ത്രമാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം ഇവർ നോക്കി. അതായത് 10 തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ശേഖരിക്കുക, അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ പല പ്ലാനിങ്ങും ചെയ്തു, പദ്ധതികളും ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പദ്ധതി മാത്രമല്ല, അത് യൂസ് ചെയ്യുകയും ചെയ്തു. ആ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലമാണ് ഇവർക്ക് ഫലമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആ ഒരു ചിന്ത കൊണ്ട് ഒത്തിരി മോശകർമ്മം ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ചിന്ത ഇങ്ങനെയാണ്. ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു ചിന്തയുടെ ആ ഒരു ബലം ഇവർക്ക് തിരികെ തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് എന്തെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലെ സ്ഥിതി ഈ വ്യക്തി ഇങ്ങനെ ആക്കി വച്ചിരിക്കുകയാണ്. അത് കാരണം നിങ്ങൾ വളരെയധികം ബാലൻസ് വേയിൽ വളരെയധികം ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നിങ്ങൾ ഓരോ കാൽവെപ്പും വയ്ക്കുന്നത്. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾ ഈ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുന്നു, അപ്പോഴെല്ലാം ഇവർ വളരെ മോശം രീതിയിൽ നിങ്ങളെ വീണ്ടും ചതിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയെ വിശ്വസിച്ച് മാപ്പ് കൊടുത്ത് വീണ്ടും തെറ്റായ ആ ഒരു വഴിയിലേക്ക് ഇവർ കാരണം പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരിക്കലും ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും നിങ്ങൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആദ്യമൊക്കെ നമ്മളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേട്ടാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കാതെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആ ഒരു വലയിൽ വീണു പോകും. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, അയ്യോ നമ്മൾ കാണിച്ചത് തെറ്റായി പോയല്ലോ എന്ന്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ക്യാഷിൻ്റെ രൂപത്തിൽ, നമ്മുടെ ആ ഒരു ഇമോഷൻ്റെ രൂപത്തിൽ എല്ലാത്തിലും നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളോട് എത്ര തന്നെ മോശം ചെയ്താലും നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്, ആ ഒരു എനർജിയിൽ ഇരിക്കുക. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് 10 നമ്പർ നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ വാച്ചിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലോക്കിലായിരിക്കാം കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇവരെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട. ഈ ഒരു 10 എനർജിയുടെ ഇതെന്ന് പറയുന്നത്, ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ പോവുകയാണ്. ഈ വ്യക്തിയുടെ അഹങ്കാരം ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് വിഷമം കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ അഹങ്കാരം ഇല്ലാതാവണം ആദ്യം.
ഒരു വ്യക്തി അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ല. മറ്റൊരു വ്യക്തിയെ വളരെയധികം മോശമായിട്ട് പറഞ്ഞ് അതിന് ശേഷം ഇവർ ഹാപ്പിയാകുന്ന ആ ഒരവസ്ഥ, അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഈ വ്യക്തി അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. 40 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കർമ്മ റിട്ടേൺ എന്ന് പറയുന്നത് ഇവർ പോലും അത്രമാത്രം അത്ഭുതപ്പെടും. ദൈവമേ, എനിക്കെന്താ ഇങ്ങനെ ഒരു കർമ്മ റിട്ടേൺ ഉണ്ടാകുന്നത് എന്ന് ആലോചിച്ച് പോകും. അത്രമാത്രം മോശം രീതിയിലുള്ള കർമ്മ റിട്ടേൺ ആയിരിക്കും ഈ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ന്യായം ഉറപ്പായിട്ടും ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട്. ഇവിടെ ഈ വ്യക്തിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും, അത് കാരണം ഇവരുടെ ആ ഒരു എനർജിയുടെ പ്രഭാവം നിങ്ങളുടെ മേലുണ്ടാവത്തില്ല. അങ്ങനെ എന്തോ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കർമ്മ റിട്ടേണാണ് ലഭിക്കാൻ പോകുന്നത്. ഈ വ്യക്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മോശം ദൃഷ്ടിയാണ് നിങ്ങളുടെ മേൽ വയ്ക്കുന്നത്. അതായത് ഒരു ഒളിഞ്ഞിരിക്കുന്ന ശത്രു, അതാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ. കാരണം ഈ വ്യക്തി നേരിട്ട് നിങ്ങളോട് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ആയിരിക്കും പെരുമാറുന്നത്. ഉള്ളിൽ ഇത്രമാത്രം ദേഷ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവത്തില്ല. ഇവരുടെ ആ ഒരു ദൃഷ്ടി, അതായത് മോശം രീതിയിൽ ക്രൂരമായിട്ട് തീക്ഷ്ണഭാവത്തോടെ ഒരാളെ നോക്കത്തില്ല, അതേപോലെയാണ് നിങ്ങളെ ഇവർ നോക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് വളരെ മോശം രീതിയിൽ ഒരു ദേഷ്യഭാവം വയ്ക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരിക്കലും അവരുടെ മുകളിൽ വരാൻ പാടില്ല. നിങ്ങളെ സുഖമായിട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദുഃഖം ആണ് ആവുന്നത്. നിങ്ങൾ എപ്പോഴും കരഞ്ഞിരിക്കണം, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരോട് കൂടെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംസാരത്തിനെയും ഇവർ തകർക്കാൻ ശ്രമിക്കും. അതായത് ആവശ്യമില്ലാതെ അവരോട് എന്തിനാ സംസാരിക്കുന്ന, അവർ അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും അവരുമായിട്ടുള്ള ആ ബോണ്ടിങ് ഇല്ലാതാക്കി. ഇല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അവരെക്കൂടെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് നിങ്ങളോട് സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പ്രശ്നം സൃഷ്ടിക്കും. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാവുന്നത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ദുഃഖമാണ് തോന്നുന്നത്. പക്ഷേ ഇവർ ദുഃഖത്തിൽ തന്നെ ഇരിക്കണം. കാരണം ഇങ്ങനെ ഒരു വ്യക്തി ആവാൻ പാടില്ല. മറ്റൊരാളുടെ വളർച്ചയിൽ സന്തോഷിക്കാതെ അവരുടെ വളർച്ചയിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും അസൂയാഭാവത്തോടെ അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ആ ഒരു ഇത് ഉറപ്പായിട്ടും ദൈവം കാണും. ദൈവം അതിൻ്റെ മേൽ ന്യായം പ്രവർത്തിക്കും. ഈ വ്യക്തിക്ക് റെഡ് കളർ വസ്ത്രം ധരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വ്യക്തിയുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കർട്ടൻ, അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തി, മുന്നിൽ കർട്ടൻ, അതാണ് ഇവരുടെ ആ സ്വഭാവം. പുറമേ ഒരു സ്വഭാവം, അകത്ത് വേറൊരു സ്വഭാവം. അങ്ങനെ ഇവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ഈ ദുഷ്ട സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ വരണമെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ദുഷ്ട സ്വഭാവം ഹൈഡാക്കി വെച്ചൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം വിശ്വസിക്കുന്നു, അതായത് നിങ്ങൾ ഒരാളോട് ഒരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു തെറ്റും ഉണ്ടാവത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വയ്ക്കുക. കൂടാതെ കുറച്ച് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ വ്യക്തിയുടെ മിക്ക കാര്യങ്ങളും നെഗറ്റീവായിട്ടാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ മനസ്സാലെ ഒരു വ്യക്തിക്ക് വളരെ കഠോരമായിട്ടുള്ള വചനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തി ദേഷ്യം വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ളത് പുറത്ത് വരും. അതേപോലെയാണ് ഇവരുടെ സ്വഭാവം. ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് ദേഷ്യം വരുമ്പോഴാണ് അത് പുറത്ത് വരുന്നത്. ചിലപ്പോൾ നിങ്ങളോടും ദേഷ്യം വരുമ്പോൾ ഇവർ മോശം രീതിയിൽ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കത്തില്ല ഇവർ നിങ്ങളോട് ഇങ്ങനെയാണ് ഉള്ളിൽ വച്ചേക്കുന്ന ഭാവം എന്ന്. അപ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും, ദൈവമേ, ഈ വ്യക്തി ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന്. ഇവിടെ ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തുമാത്രം നാശനഷ്ടമാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു ഗിൽറ്റും ഇല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ മനുഷ്യൻ്റെ കാറ്റഗറിയിൽ വയ്ക്കത്തില്ല, അസുര പ്രവൃത്തിയുള്ള ആൾക്കാരുടെ കാറ്റഗറിയിലായിരിക്കും വയ്ക്കുന്നത്. ഇവിടെ മറ്റൊരാളുടെ കാര്യങ്ങൾ സ്വന്തമാക്കിയിട്ട് അവരെ ദുഃഖിപ്പിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളുടെ പല കാര്യങ്ങളും സ്വന്തമാക്കിയിട്ട്. ഇവർ ഒന്നും ആലോചിക്കുന്നില്ല. ഇവർ മറ്റുള്ള ആൾക്കാരുടെ എന്താണോ സ്വന്തമാക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ സ്വന്തമാക്കാൻ ദൈവമുണ്ട് എന്ന് ഇവർ ചിന്തിക്കുന്നില്ല.
ഇവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലുമാണ് എപ്പോഴും ഉള്ളത്. ഇവരെപ്പോഴും നിങ്ങളെ ഒരു ലൂപ്പിൽ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുവാൻ പാടില്ല. അങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നല്ല കർമ്മങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ പോലും ഈ വ്യക്തി എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരെപ്പോഴും നിങ്ങൾ ഇവരുടെ കൺട്രോളിലായിരിക്കണം. അത് പുറത്ത് പോകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരു സീമയിൽ ബന്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് നിങ്ങളെ. നിങ്ങൾ ഒരിക്കലും ഇവരുടെ കൺട്രോളിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല. ഇവിടെ ആർക്കേഞ്ചൽ റാഫേലും ആർക്കേഞ്ചൽ മൈക്കിളും നിങ്ങൾക്ക് അത്രമാത്രം വിക്ടറിയും എല്ലാം തരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇതാണോ ഇവർ തരാൻ ആഗ്രഹിച്ചത് അത് ഇവരുടെ ലൈഫിൽ തന്നെ തിരികെ ഇവർക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആർക്കേഞ്ചൽ റാഫേലും ഗബ്രിയേലും നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്നുണ്ട് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും. അപ്പോൾ ഇവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് തിരിച്ചിവർക്ക് തിരിച്ചടിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു തിരിച്ചടിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വലിയൊരു തിരിച്ചടിയാണ് ഈ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന 2 കാര്യങ്ങളിൽ. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ സമയം ഇവരുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ വിഷമം നിങ്ങൾ പറഞ്ഞായിട്ട് കാണാൻ സാധിക്കുന്നത്. ദൈവം കേട്ടു. അത് കാരണമാണ് ഇവർക്ക് ആ ഒരു തിരിച്ചടി ദൈവം കൊടുക്കുന്നത്. അതായത് എൻ്റെ ദൈവമേ എനിക്ക് ഈ ഒരു വ്യക്തികൾ റിലേറ്റഡായിട്ട് ന്യായം ഉണ്ടാകണം എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ന്യായത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു. ഇവരുടെ ആ ഒരു സീമയിൽ തന്നെ അകപ്പെട്ടു പോകും. അതായത് നിങ്ങളെ ഒരു കൺട്രോളിൽ വയ്ക്കാൻ പോയ ഇവർ ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോകുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ക്യാഷ് റിലേറ്റഡായിട്ട് ഭയങ്കര ഒരു ലോസ് ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് 40 ദിവസത്തിനുള്ളിൽ ഇവർക്ക് എന്ത് കാര്യം റിലേറ്റഡായിട്ടാണോ ഒരു അഹങ്കാരമുള്ളത് ആ ഒരു അഹങ്കാരം ഇല്ലാതാവുന്നതായിട്ട്. അതായത് ക്യാഷ് റിലേറ്റഡായിട്ട് ഇവർക്ക് എന്തോ ഒരു അഹങ്കാരമുണ്ട്. അതായത് എൻ്റെ കയ്യിൽ പണമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ഇവരുടെ ആ ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് ആർക്കേഞ്ചൽ ഗബ്രിയേൽ റിലേറ്റഡായിട്ടുള്ള ഒരു ന്യായമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് എത്ര തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ എത്ര തന്നെ ഇവരുടെ ആ ഒരു പവർ നിങ്ങളോട് കാണിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ മിണ്ടാതെ ഇതെല്ലാം സഹിക്കുക. കാരണം ദൈവം ഇവർക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവരോട് ഒന്നും സംസാരിക്കാനോ ശാപവാക്കുകൾ പറയാനോ ഇവരോട് വഴക്കിടാൻ പോകാനോ ഒന്നിനും പാടില്ല. ഇവിടെ നിങ്ങളുടെ 7 ചക്രാസ് ആക്റ്റീവാണ് എന്നാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയം. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യമില്ലാതെ വഴക്കിടാനോ ഒന്നിനും പോവരുത്. ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്തില്ല എങ്കിൽ പോലും ദൈവം നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ 40 ദിവസത്തിനുള്ളിൽ പ്രചണ്ഡമായിട്ടുള്ള ഒരു ന്യായം ഈ വ്യക്തി റിലേറ്റഡായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളെ ദുഃഖിപ്പിച്ച വ്യക്തികളുടെ ആ ഒരു അവസ്ഥ ഇങ്ങനെയായിരിക്കും. അതായത് അവർക്ക് തിരിച്ച് പറയാൻ പോലും വാക്കുകൾ ഉണ്ടാവത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ രീതിയിലൊരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എത്ര തന്നെ നിങ്ങളോട് മോശം ചെയ്തിട്ടും. പക്ഷേ ഒരു കർമ്മം കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈശ്വരന് കർമ്മഫലം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്തിന് വേണ്ടി ഈശ്വരൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ വിചാരം ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലമൊന്നും ഇവർക്ക് ലഭിക്കത്തില്ല. അതിൻ്റെ അഹങ്കാരമാണ് ഈ വ്യക്തിക്കുള്ളത്. ഇവിടെ 100% ഈ വ്യക്തിയുടെ എല്ലാ വഴിയും അടയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ഇവരുടെ അഹങ്കാരം തകരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈശ്വരൻ്റെ ആ ഒരു കൃപ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഈശ്വരനോട് എന്ത് പ്രാർത്ഥനയാണോ ചെയ്തത് ആ ഒരു പ്രാർത്ഥന ഫലിക്കുകയും ഈ വ്യക്തിക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് പൈസയുടെ ലോസും നിങ്ങൾക്ക് പൈസയുടെ ലാഭവും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രകൃതി നിങ്ങളെ ആശീർവാദം ചെയ്യുകയാണ്. വളരെയധികം ധനധാന്യത്തോടു കൂടിയുള്ളൊരു ലൈഫ് നിങ്ങൾ ജീവിക്കണമെന്ന്. അങ്ങനെ ഒരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക.
ഇവിടെ ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾ ചെയ്യാതെ തെറ്റിന് നിങ്ങളെ വളരെ മോശമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഇനി അങ്ങനെ. കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല തെറ്റ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം പ്രതികരിക്കാതിരിക്കും. എല്ലാം ഈശ്വരനറിയാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷമവും ഉണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾ ദുഃഖിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വ്യക്തിക്ക് ഉറപ്പായിട്ടും ആ ഒരു ദുഃഖം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ദുഃഖമുണ്ടാകും. ഇവിടെ നിങ്ങളെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ആ ഒരു സ്ഥിതിയിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു രക്ഷ നിങ്ങളുടെ മേലുണ്ട്. ദൈവം നിങ്ങളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ 3യുടെ നിരത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു രക്ഷ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് പൂർണ്ണ രൂപത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഈ ഒരു എനർജി നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും സുരക്ഷിതരാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ പറയുന്നത് നിങ്ങളുടെ കർമ്മം നല്ലതാണ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് ന്യായം ഉറപ്പായിട്ടും ഉണ്ടാകും. വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്തു, പക്ഷേ സമയം ഇവർക്ക് ഒരു അവസരവും കൂടെ കൊടുത്തു. എന്നാലെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല, നന്നായില്ല. ഇനി ഇവർക്ക് ഒരിക്കലും ഒരു അവസരം ദൈവം കൊടുക്കത്തില്ല. ഇനി ന്യായമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ഈ വ്യക്തി ഇവരെ ഭയങ്കര ഒരു പ്ലെയറായിട്ടാണ് കണ്ടത്. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചിന്തിച്ച് വച്ചിരിക്കുന്നത് ദൈവത്തിനെ അറിയത്തുള്ളൂ. അത് ഈ വ്യക്തിക്ക് അറിയത്തില്ല. ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒന്നുമില്ലാതാക്കാം എന്ന്. പക്ഷെ ദൈവം നിങ്ങളെ വളരെ ധനസമൃദ്ധമായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം വച്ചേക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ എല്ലാ പ്ലാനും തകർന്ന് ഈ വ്യക്തി നിങ്ങളെ ഏത് രീതിയിലാണോ ആക്കാൻ ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഇവർ ആവുന്നതായിട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. എന്തായാലും നിങ്ങളെ ദ്രോഹിച്ച ആ വ്യക്തിക്ക് അവരുടെ കർമ്മത്തിൻ്റെ ബലം വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.